നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിലവറ ദീപം കത്തിക്കാൻ പോയ കുടുംബവിളക്ക് കെട്ടു. മൈഥിലി, ദേ അവിടെയാ നിലവറ വിളക്ക്. ഈശ്വരാ, അയ്യോ പാമ്പ്. അയ്യോ, ഭഗവാനെ, ഇനി വിളക്ക് കൊളുത്തുന്ന കക്ഷിയുടെ ജീവനാണോ ഉഗ്രമൂർത്തിക്ക് വേണ്ടത്? പത്മാങ്കരായ നമ, മഹേശ്വരായ നമ, നീലകണ്ഠായ നമ. അവിടെ അവരെ കാത്തോളണേ, അവിടെ അവരെ രക്ഷിക്കണേ ഭഗവാനെ. എന്ത് ചെയ്യും? ആ കരുനാഗം മാറാതെ നിലവറ ദീപം തെളിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയാ അതിനൊന്ന് മാറ്റുന്നത്? ഇവരാ കരുനാഗത്തിന്റെ കടിയേറ്റ് ചാവണം. ഒരു തന്ത്രം പ്രയോഗിക്കാം. ഇത് ചെമ്പകമംഗലത്തെ നിലവറയ്ക്ക് കാവലിരിക്കുന്ന കരുനാഗമല്ലേ ദേവമേ? സർപ്പദൈവം. ദേവമ ചെമ്പകമംഗലത്തെ തറവാട്ടമ്മയല്ലേ? സർപ്പം ദേവമേ ഒന്നും ചെയ്യില്ല. ദേവമ ധൈര്യത്തോടെ ചെന്ന് വിളക്ക് വെക്ക്. നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഏതായാലും അങ്ങനെ മരിക്കാൻ തൽക്കാലം ഞാൻ തയ്യാറല്ല. അതൊന്നും മാറുന്നില്ലല്ലോ. പൊന്നമ്പലമേട്ടിലെ ദീപം തെളിയുമ്പോ ചെമ്പകമംഗലത്ത് നിലവറ വിളക്ക് തെളിഞ്ഞില്ലെങ്കിൽ അത് വലിയ ആപത്താണല്ലോ എന്റെ ഭഗവാനെ. ഏതായാലും വാളെടുപ്പ് നടക്കില്ല. അതിനകത്ത് എവിടെയാണെന്ന് കാണുന്നുമില്ല. പക്ഷേ എന്റെ ഒരു പ്ലാൻ ഇപ്പൊ നടപ്പാക്കാം. ഇവര് കരുനാഗത്തിന്റെ കടിയേറ്റ് ചാകട്ടെ. അമ്മേ, മൈഥിലി, മൈഥിലി, ദൈവമേ, അവളെ ചതിച്ചല്ലോ. മൈഥിലി, മൈഥിലി. അയ്യോ, എന്റെ ധർമ്മശാസ്താവേ, ഇങ്ങനെയാണോ എന്റെ അവസാനം? നിലവറ ദീപം കത്തിക്കാൻ പോയ കുടുംബവിളക്ക് കെട്ടു. അയ്യോ, എന്തു പറ്റി തിരുമേനി? തിരുമേനി, തിരുമേനി എഴുന്നേൽക്ക്. അയ്യോ ഭഗവാനെ, ദേ ഒന്ന് എഴുന്നേറ്റ് തിരുമേനി. ഭഗവാനെ, തിരുമേനി ഒന്ന് എഴുന്നേക്കുന്നില്ലല്ലോ. തിരുമേനി, വിലാസിനി, വിലാസിനി, കുടിക്കാൻ കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. എഴുന്നേക്ക് തിരുമേനി. തിരുമേനി എഴുന്നേക്ക്, എഴുന്നേക്ക് തിരുമേനി. എന്തായി പറ്റിയത്? കൊച്ചുമേ, എന്തു പറ്റി? വെള്ളം ഇങ്ങ് തരിക.
തിരുമേനി കുടിക്ക. കിടന്നോട്ടെ. എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ചെമ്പകമംഗലത്ത് എത്തണം. ചെമ്പകമംഗലം തറവാടിന് ഇത്രയും വലിയ ഹിസ്റ്ററിയും ഹെറിറ്റേജും ഒക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ചെമ്പകമംഗലം ഒരു അമ്പലമാക്കിയാൽ മതിയായിരുന്നു. വീടായത് ഒട്ടും ശരിയായില്ല. കളിയാക്കിയൊന്നും വേണ്ടടി. ചെമ്പകമംഗലത്തിന്റെ പാരമ്പര്യം അറിഞ്ഞ് പലർക്കും അസൂയുണ്ട്. നിനക്കും അതുണ്ടായത് വേറെ സ്വാഭാവികം. അയ്യോ അമ്മേ, ഞാൻ അസൂയ കൊണ്ടൊന്നും പറഞ്ഞല്ല. ഓ, ഇതിനകത്തുള്ള ആളുകളെ മാറ്റിക്കഴിഞ്ഞാ ഇതൊരു അമ്പലമായി മാറും. ഓ, വന്ന് വന്ന് മകരവിളക്ക് ഇതിനകത്തുണ്ടായി. തറവാടിന് ഐശ്വര്യവും പ്രതാപവും ഒക്കെ കൂടുന്നത് തെറ്റാണോ? ആണോടി? ഇതൊക്കെ കുടുംബാവകാശമായിട്ട് കിട്ടിയതാ, നല്ലത് ചെയ്തതുകൊണ്ട്. നന്മ ചെയ്യുന്നവരെയാ ദൈവം അനുഗ്രഹിക്കുന്നത്. കിഴക്ക് മകരജ്യോതി തെളിയുമ്പോ ഇവിടെ വിളക്ക് കൊളുത്തിയില്ലായിരുന്നെങ്കിൽ ആപത്താവുമായിരുന്നു, അല്ലേ മുത്തശ്ശി? പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുമ്പോ എല്ലാ വീടുകളിലെയും പൂമുഖങ്ങളിൽ വിളക്ക് തെളിയും. പക്ഷേ ചെമ്പകമംഗലത്ത് അതല്ല. ഉടവാളിരിക്കുന്ന നിലവറയില് ദീപം തെളിയണം. അത് ചെയ്തില്ലെങ്കിൽ തറവാട് മൊത്തം നശിക്കും. ആ ദേ വന്നല്ലോ മാളികപ്പുറത്തെ മൈഥിലി. നിനക്കെന്താടി, തണുക്കുന്നുണ്ടോ? വല്ലാതെ വിറയ്ക്കുന്നു. കൃത്യസമയത്ത് തന്നെ നിലവറയില് ദീപം തെളിഞ്ഞു. ഹ, ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണോ ഞങ്ങൾ അറിയാൻ? ഞങ്ങൾ ഇതെപ്പോഴേ അറിഞ്ഞു. നിങ്ങൾ അറിഞ്ഞെന്നോ? ആര് പറഞ്ഞറിഞ്ഞു? ആര് പറയണം? പറഞ്ഞ ആള് ഇവിടെ തന്നെയുണ്ട്. ദേ അയ്യോ, ഇതെന്തു പറ്റി? മൈഥിലി, അയ്യോ. അമ്മേ, മൈഥിലി, ഇതെന്താ പറ്റിയേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.